രാത്രി 11 മണിക്ക് കുറ്റിപ്പുറം പാലത്തിൽ വെച്ച് റഷീദിന്റെ ജീവിതത്തെ ഉലച്ചുകളഞ്ഞ ആ ഞെട്ടിക്കുന്ന സംഭവം ഇങ്ങനെയായിരുന്നു. ആ രാത്രി റഷീദ് തന്റെ ലോറി കുറ്റിപ്പുറം പാലത്തിൽ നിർത്തി ഒരു വീടിക്ക് തീ കൊടുത്തപ്പോഴാണ് ഫാത്തിമ എന്ന പെൺകുട്ടി മലപ്പുറത്തേക്ക് ലിഫ്റ്റ് ചോദിച്ചു വരുന്നത്. നനഞ്ഞു കുതിർന്ന സ്കൂൾ യൂണിഫോം പുസ്തക സജ്ജീവമായി വിളറിയ മുഖത്തോട് നിന്ന ആ കുട്ടിയെ കണ്ട് റഷീദ് ലോറിയിൽ കയറ്റി. വണ്ടി മുന്നോട്ടെടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ റഷീദ് അവളോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പേര് ചോദിച്ചപ്പോൾ അവൾ ഫാത്തിമ എന്ന് പറഞ്ഞു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ കുറ്റിപ്പുറം HSS എന്ന് മറുപടി നൽകി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം റഷീദ് തിരിച്ചറിയുന്നത്. കുറ്റിപ്പുറം HSS 5 വർഷം മുൻപ് പൂട്ടിയതാണ്. പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ പഴയത് പൊളിച്ചു. മോളെ നീ. പെട്ടെന്ന് ലോറിയുടെ മുന്നിലേക്ക് ഒരു നിഴൽ. റഷീദ് ബ്രേക്ക് ചവിട്ടി. ലോറി നിന്നു. മുന്നിലൊന്നുമില്ല. പാലം വിജനം. റഷീദ് തിരിഞ്ഞു നോക്കി. പിന്നിലെ സീറ്റ് കാലി. ഫാത്തിമയില്ല. പക്ഷേ സീറ്റിൽ നനവ്. നനഞ്ഞ സ്കൂൾ യൂണിഫോം ഇരുന്നതിന്റെ അടയാളം. ഒപ്പം ഒരു നോട്ട്. റഷീദ് വിറയ്ക്കുന്ന കൈയോടെ ബുക്ക് തുറന്നു. ആദ്യ പേജിൽ ചുവന്ന മഷിയിൽ എഴുതിയിരിക്കുന്നു: പ്രിയപ്പെട്ട ഡയറി, ഇന്ന് 2019 ജൂൺ 15. ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോൾ കുറ്റിപ്പുറം പാലത്തിൽ വെച്ച് ഒരു ലോറി. എഴുത്ത് മുഴുവനായില്ല. പേജിൽ മഴവെള്ളം വീണ പോലെ മഷി പടർന്നിരിക്കുന്നു. റഷീദിന്റെ ഫോൺ റിങ് ചെയ്തു. ഭാര്യയാണ്. ഇക്ക, വേഗം വരണേ. TV-യിൽ ന്യൂസ് കണ്ടോ? കുറ്റിപ്പുറം പാലത്തിൽ 2019 ഒരു സ്കൂൾ കുട്ടി ലോറി ഇടിച്ചു മരിച്ച കേസ്. ഇന്ന് ആ കുട്ടിയുടെ 5ാം ചരമവാർഷികം. ഇതുവരെ കിട്ടിയിട്ടില്ല പോലും. റഷീദിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. അവൻ പതിയെ റിയർവ്യൂ മിററിലേക്ക് നോക്കി. പിന്നിലെ സീറ്റിൽ ഫാത്തിമയെ. റഷീദിന്റെ തൊണ്ട വരുന്നു. ശരീരം തണുത്തുറഞ്ഞു. മിററിലൂടെ കാണുന്ന ആ രൂപത്തിന് ഇപ്പോൾ മാറ്റമുണ്ട്. നേരത്തെ കണ്ട നിഷ്കളങ്കയായ സ്കൂൾ കുട്ടിയല്ല അവൾ. അവളുടെ തലയിൽ നിന്നും നെറ്റിയിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. നനഞ്ഞ യൂണിഫോമിൽ ചെളിയും ചോരയും പടർന്നിരിക്കുന്നു. അവൾ പതിയെ തലയുയർത്തി മിററിലൂടെ റഷീദിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് കനൽ പോലെ എരിയുന്ന പ്രതികാരമായിരുന്നു. അവൾ തന്റെ കുഞ്ഞു കൈകൾ റഷീദിന്റെ തോളിലേക്ക് നീട്ടി. ആ കൈകൾക്ക് അന്ന് രാത്രി ഇതേപോലെ മഴയുള്ളപ്പോഴാണ് ഇക്ക നിങ്ങൾ എന്നെ ഇടിച്ചിട്ട് നിർത്താതെ പോയത്. അവളുടെ ശബ്ദം കാറ്റിന്റെ മൂളൽ പോലെ ആ ക്യാബിനിൽ കുഴങ്ങി. ഞാൻ ചോരയൊലിപ്പിച്ചു. ആ പാലത്തിൽ കിടന്നപ്പോൾ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ, എന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഞാൻ മരിക്കില്ലായിരുന്നു. മോളെ, എന്നോട് ക്ഷമിക്ക്. അന്ന് ഇരുട്ടായതോടെ ഞാൻ കണ്ടില്ല. റഷീദ് കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി. കണ്ടില്ലെന്നോ? അവൾ ദയനീയമായി ചിരിച്ചു. നിങ്ങൾ വണ്ടി നിർത്തി നോക്കിയല്ലോ. ഞാൻ ജീവനോട് പിടയുന്നത് കണ്ടിട്ടല്ലേ ആരും കാണാതിരിക്കാൻ വണ്ടി പിന്നോട്ടെടുത്ത് എന്റെ തലയിലൂടെ കയറ്റി നിങ്ങൾ പാഞ്ഞു പോയത്? റഷീദിന് മറുപടിയില്ലായിരുന്നു. 5 വർഷം മുൻപ് താൻ ചെയ്ത ആ ക്രൂരത, ആരും കാണില്ലെന്ന് കരുതിയ പാപം, ഇതാ ഇന്ന് ദൈവത്തിന്റെ കോടതിയിലെന്ന പോലെ വിചാരണ ചെയ്യപ്പെടുന്നു. എന്റെ ഉമ്മ ഇന്നും ഞാൻ വരുന്നത് കാത്തു ഉമ്മറത്തിരിപ്പുണ്ട്. നിങ്ങൾ സുഖമായി ജീവിക്കുന്നു. ഇനി വേണ്ട. അവളുടെ കൈകൾ റഷീദിന്റെ കഴുത്തിലേക്ക് മുറുകാൻ തുടങ്ങി. റഷീദിന് ശ്വാസം മുട്ടി. അവൻ ജീവന് വേണ്ടി പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ലോറിയുടെ സ്റ്റിയറിംഗിൽ അവന്റെ കൈകൾ തട്ടി. പെട്ടെന്ന് അവന്റെ കാൽ ആക്സിലറേറ്ററിൽ അമർന്നു. ലോറി ഭയങ്കരമായ ശബ്ദത്തോടെ കുറ്റിപ്പുറം പാലത്തിന്റെ കൈവരികൾ തകർത്ത് താഴെയുള്ള ഭാരതപ്പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ചു. പിറ്റേന്ന് രാവിലെ കുറ്റിപ്പുറം പാലത്തിന് മുകളിൽ ആളുകൾ തടിച്ചു. പുഴയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് ആ ലോറി മുകളിലേക്ക് ഉയർത്തുകയാണ്. പോലീസ് ക്യാബിൻ പരിശോധിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ കഴുത്തിൽ വിരൽപ്പാടുകളോടെ മരിച്ചു കിടക്കുന്ന റഷീദിന്റെ മൃതദേഹം അവർ കണ്ടെടുത്തു. പക്ഷേ പോലീസിനെയും അവിടെ കൂടിയ നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തിയത് അതായിരുന്നില്ല. റഷീദിന്റെ കൈകളിൽ ഒരു പഴയ നോട്ട്ബുക്ക് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ മുങ്ങിയിട്ടും അതിലെ ആദ്യ പേജിലെ ചുവന്ന മഷി മാഞ്ഞിരുന്നില്ല. അതിൽ നേരത്തെ അപൂർണമായിരുന്ന ആ വരികൾ ഇപ്പോൾ പൂർത്തിയായിരുന്നു. ഇന്ന് 2019 ജൂൺ 15. ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോൾ കുറ്റിപ്പുറം പാലത്തിൽ വെച്ച് ഒരു ലോറി എന്നെ ഇടിച്ചിട്ടു. 5 വർഷത്തിന് ശേഷം കൃത്യം ഇതേ ദിവസം ആ ലോറി ഡ്രൈവർക്ക് ഞാൻ ശിക്ഷ വാങ്ങി നൽകി.